നീതിയജ്ഞം എന്ന പേരിൽ എറണാകുളം അതിരൂപത ആസ്ഥാനം കയ്യേറി വിമതർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ അനീതി തുറന്നുകാട്ടി സീറോ മലബാർ സഭ. അതീവ ആദരവോടെ കരുതേണ്ട അതിരൂപത അധ്യക്ഷന്റെ ഭവനവും കാര്യാലയവും കയ്യേറി സമരാഭാസങ്ങൾ നടത്തുന്ന വിമതരുടേത് നീതിയജ്ഞമല്ല, അനീതിയജ്ഞമാണെന്ന് സഭ വിലയിരുത്തുന്നു. വിശ്വാസികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇത്തരം സമരങ്ങൾക്ക് നിർബന്ധിക്കുന്നത് അനീതിയല്ലേ എന്ന് സഭാ മീഡിയ കമ്മീഷൻ ചോദിക്കുന്നു. നീതിയജ്ഞത്തിലെ അനീതികൾ അക്കമിട്ട് നിരത്തിയുള്ള നിരീക്ഷണം ഇങ്ങനെ: നീതിയജ്ഞം എന്ന പേരിൽ സഭാഘടനയെ ദുർബലപ്പെടുത്തുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ സഭയോട് ചെയ്യുന്ന അനീതികൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സീറോ മലബാർ സഭയിലെ മറ്റ് 34 രൂപതകൾക്കും അനീതിയെന്ന് തോന്നാത്ത കാര്യങ്ങൾ ഒരു അതിരൂപതയ്ക്ക് മാത്രം അനീതിയായി തോന്നാൻ കാരണമെന്താണ്? വിശുദ്ധ കുർബാനയുടെ ഏകീകരണം മറ്റെല്ലാ രൂപതകളിലും സമാധാനപരമായി നടപ്പിലായപ്പോൾ ഒരു അതിരൂപതയിൽ മാത്രം ആസൂത്രിതമായ ക്രമസമാധാന പ്രശ്നമായി അതിനെ വളർത്തിയതല്ലേ അനീതി? ദേവാലയങ്ങളിലും പാതയോരങ്ങളിലും അതിരൂപതാ കേന്ദ്രത്തിലും സഭാ ആസ്ഥാനത്തും വൈദിക വസ്ത്രവും ധരിച്ച് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി സഭയുടെയും പൌരോഹിത്യത്തിന്റെയും അന്തസ്സും അഭിമാനവും ഇല്ലാതാക്കിയതല്ലേ അനീതി? സഭാ സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഔദ്യോഗിക വിശുദ്ധ കുർബാനയർപ്പണത്തെ ചില സംഘടനകളെ കൂട്ടുപിടിച്ച് അക്രമം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി തടസ്സപ്പെടുത്തുന്നതല്ലേ അനീതി? മാർപ്പാപ്പയെയും മെത്രാൻ സിനഡിനെയും ധിക്കരിക്കുന്നത് തങ്ങളുടെ ആത്മരക്ഷയെ അപകടത്തിലാക്കുമെന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ ക്രമസമാധാനം തകരുമെന്ന് ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുന്നതല്ലേ അനീതി? ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഒരു ഏകീകൃത വിശുദ്ധ കുർബാനയെങ്കിലും അർപ്പിച്ച് അനുരഞ്ജനത്തിന്റെ പാത തുറക്കാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പകുതിയിലധികം ഇടവക ദേവാലയങ്ങളിലും ജനാഭിമുഖ കുർബാന തന്നെ തുടർന്ന് മേൽപ്പട്ടക്കാരെയും വിശ്വാസികളെയും കബളിപ്പിച്ചതല്ലേ അനീതി? ഇടവകകളിൽ നിലവിലുള്ള സമയക്രമമനുസരിച്ച് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാതെ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിശ്വാസികൾക്ക് അസൌകര്യമാകും വിധം ഉച്ചയ്ക്കും രാത്രിയിലും മുൻകൂട്ടി അറിയിക്കാതെയും വിശുദ്ധ കുർബാന അർപ്പണത്തെ പ്രഹസനമാക്കിയതല്ലേ അനീതി? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കത്ത് അദ്ദേഹത്തിന്റേതല്ലെന്നും നൽകപ്പെട്ട വീഡിയോ സന്ദേശം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് നിർമ്മിച്ചതാണെന്നുമുള്ള ബാലിശമായ വാദഗതികൾ ഉന്നയിച്ച് പരിശുദ്ധ സിംഹാസനത്തെ പോലും സംശയനിഴലിലാക്കിയതല്ലേ അനീതി? സഭാ നിയമങ്ങൾ ലംഘിക്കാൻ ഡീക്കന്മാരെ പ്രേരിപ്പിക്കുകയും അതുവഴി അവരുടെ കുടുംബങ്ങളെ വിഷമത്തിലാക്കുകയും ചെയ്യുന്നതല്ലേ അനീതി? മാർപ്പാപ്പയുടെയും സഭാ സിനഡിന്റെയും കൽപ്പനകളെ പരസ്യമായി ധിക്കരിച്ചിട്ട് മാർപ്പാപ്പയോടൊപ്പമാണെന്ന് കപടമായി പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ പരിഹസിക്കുന്നതല്ലേ അനീതി? അതീവ ആദരവോടെ കരുതേണ്ട അതിരൂപത അധ്യക്ഷന്റെ ഭവനവും കാര്യാലയവും കയ്യേറി സമരാഭാസങ്ങൾ നടത്താൻ വിശ്വാസികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർബന്ധിക്കുന്നതല്ലേ അനീതി എന്ന് മീഡിയ കമ്മീഷൻ ചോദിക്കുന്നു.